നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മലയാളി യുവാവിനെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ബഹ്റൈനിലാണ് സംഭവം. മലപ്പുറം പൊന്നാനി തിരൂർ പടിഞ്ഞാറക്കര സ്വദേശി കോലഞ്ഞാട്ട വേലായുധൻ ജെയിനെയാണ് ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 46 വയസ്സായിരുന്നു. ബഹ്റൈനിൽ ചെറുകിട പലചരക്ക് കച്ചവടം നടത്തി വരികയായിരുന്നു ഇദ്ദേഹം. ആത്മഹത്യയാണെന്ന് സംശയിക്കുന്നതായാണ് റിപ്പോർട്ട്. ഞായറാഴ്ച മുതൽ ജെയിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. തുടർന്ന് ബന്ധുക്കൾ ബഹ്റൈനിലുള്ള സുഹൃത്തുക്കളെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. ഇവർ നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. കടയുടെ ഷട്ടർ തുറന്ന നിലയിൽ ആയിരുന്നെങ്കിലും ആളെ കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. കടയിൽ മുഴുവനായും പരിശോധന ഇവർ നടത്തി. തുടർന്ന് സ്പോൺസറെ വിവരം അറിയിച്ചു. സ്പോൺസറാണ് പോലീസിൽ പിന്നീട് പരാതി നൽകിയത്. തുടർന്ന് ഇദ്ദേഹം മുൻപ് കുടുംബസമേതം താമസിച്ചിരുന്ന ഫ്ളാറ്റിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സാമ്പത്തിക ബാധ്യത കാരണം ആത്മഹത്യ ചെയ്തതാണെന്നാണ് കരുതുന്നത്. ഭാര്യ അമൃതയും മകനും ഇപ്പോൾ നാട്ടിലാണ് ഉള്ളത്. ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം ഹെൽപ്പ് ലൈനും സ്പോൺസറും ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനുവേണ്ടിയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം കുവൈത്തിൽ കഴിഞ്ഞ ദിവസം ഒരു അരും കൊല നടന്നു. കുവൈത്തിലെ ഒമാരിയ മേഖലയിൽ 35-കാരിയെ പ്രവാസി ഇന്ത്യക്കാരൻ ക്രൂരമായി കുത്തി കൊലപ്പെടുത്തി. ഒന്നിലേറെ തവണ അക്രമി കാമുകിയായ യുവതിയെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം 35-കാരനായ യുവാവും കത്തികൊണ്ട് കുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഗുരുതര പരിക്കേറ്റ യുവാവിനെ ഫർവാനിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 35-കാരിയായ ഫിലിപ്പീൻസ് സ്വദേശിനിയാണ് യുവാവിന്റെ ആക്രമണത്തിൽ മരിച്ചത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓപ്പറേഷൻസ് റൂമിലേക്ക് കൊലപാതക വിവരം സംബന്ധിച്ച റിപ്പോർട്ട് ലഭിക്കുകയായിരുന്നു. ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ആംബുലൻസും റിപ്പോർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തിരിക്കുകയായിരുന്നു. അവിടെ എത്തിയപ്പോൾ കാമുകിയായിരുന്ന ഫിലിപ്പീൻസ് യുവതിയെ ഇന്ത്യൻ പ്രവാസി മാരകമായി കുത്തി കൊലപ്പെടുത്തിയതായി കണ്ടെത്തുകയായിരുന്നു. കുറ്റകൃത്യം നടന്ന സ്ഥലത്തേക്കുള്ള പ്രതിയുടെ വരവും വീടിനുള്ളിലെ നിരീക്ഷണ ക്യാമറകളടക്കം അധികൃതർ പരിശോധിക്കുകയാണ്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് വിവരങ്ങൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.